ലിക്വിഡിറ്റിയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് പൈസ നമ്മുടെ കയ്യിലുണ്ടാകണം. മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പം വേൾഡിൽ തന്നെ ക്ലാസിക് റെഗുലേറ്ററാണ് സെബി. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന T+1 എന്നുള്ള രീതിയിലാണ്. അത് ഇന്ന് ട്രാൻസാക്ഷൻ നടത്തി നമ്മൾ എക്സിറ്റ് അടിച്ചാൽ നാളെ പൈസ കിട്ടുന്ന രീതിയിലാണ് ഷെയർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അത് ഇനി കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ന് ട്രാൻസാക്ഷൻ നടത്തി ഇന്ന് ഈവനിങ് തന്നെ പൈസ കിട്ടും. ആ സിസ്റ്റത്തിലാണ്. അപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇന്ന് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ 2 ദിവസം വർക്കിംഗ് ഡേയിനുള്ളിൽ എമൗണ്ട് ക്രെഡിറ്റ് ആകും. പിന്നെ എക്സ്പേർട്ട് മാനേജ്മെൻറ്റ്, ഇത് മാനേജ് ചെയ്യുന്നത് ഏതെങ്കിലും ആളല്ല, നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടും CFA അങ്ങനെ ഒരുപാട് നല്ല ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള മാർക്കറ്റിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നോളജുള്ള ആളുകളാണ് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഫോർഡബിലിറ്റി, ഇപ്പം സെബി റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു കാര്യം, 100 രൂപക്ക് ജസ്റ്റ് ഒരു സാധാരണക്കാരൻ ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നായിരിക്കും. 100 രൂപക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷനും അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ്. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യാൻ സാധിക്കും.